പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി വെറുത്തു തുടങ്ങുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 7 ലക്ഷണങ്ങൾ. ഇതുവരെ ആരും പറയാത്തത് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. പക്ഷെ കാലാന്തരത്തിൽ അല്ലെങ്കിൽ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ തോന്നുന്നു. നമ്മൾ ഇതുവരെ സ്നേഹിച്ച വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളുമായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും. നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി നമ്മൾ വെറുത്ത് തുടങ്ങുകയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൻ്റെ പെരുമാറ്റം മാറിപ്പോയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ കാരണം ആ വ്യക്തി നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരട് ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാകാം. നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ലക്ഷണം പറയാം. താല്പര്യക്കുറവ്, സന്തോഷമില്ലായ്മ, നേരത്തെ കാണിച്ച ആകാംക്ഷ ഇപ്പോഴില്ല. അതായത് തുടക്കത്തിലൊക്കെ നമ്മളോട് വലിയ സ്നേഹവും ചിരിയുമായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ചില കാരണങ്ങൾ കൊണ്ട്, എന്താണ് കാരണമെന്നൊന്നും നമുക്ക് വ്യക്തമല്ല, പക്ഷേ അത് കാണിക്കുന്നു, നമുക്കത് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാവുന്നതാണ്, നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടെന്നുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഘടകങ്ങൾ അതിന് കാരണമായേക്കാം. അത് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ പല ഘടകങ്ങളും ഉണ്ടാകാം. ആ വ്യക്തി താല്പര്യക്കുറവ്, നമ്മളൊരു സ്ഥലത്ത് പോകാൻ വിളിച്ചാൽ താല്പര്യമില്ല, സംസാരിക്കാൻ വിളിച്ചാൽ താല്പര്യമില്ല, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ, അത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. നമ്മളുമായി കണക്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, രണ്ടാമത്തെ. ഫോണിലൂടെയുള്ള സന്ദേശങ്ങൾ കുറയുക, കൃത്യമായി നമ്മളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിന്നും ബോധപൂർവ്വം ഒഴിഞ്ഞു മാറുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഫോൺ വിളി കുറവ്, മെസ്സേജ് കുറവ്, നമുക്ക് മുഖം തരാതെയും നമ്മളോട് ഒന്നും സംസാരിക്കാതെയും മാറിപ്പോകുന്ന അവസ്ഥ, അത് നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കും. അത്തരമൊരു അവസ്ഥ ഉണ്ടെങ്കിൽ, എല്ലാ കാര്യത്തിലും അത് ആവണമെന്നില്ല, പക്ഷേ അത്തരമൊരു അവസ്ഥ തുടർന്ന് പോകുകയാണെങ്കിൽ, പെട്ടെന്ന് തന്നെ അതിന് മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ വെറുപ്പിൻ്റെ കണിക ഏതൊക്കെയോ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയാകാം. എന്ത് കാരണമായാലും അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുമാത്രമല്ല, അഭിപ്രായപരമായ വ്യത്യസ്തതകൾ ഉണ്ടാക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ ചൂടാകുക, ചെറുതായാലും വലുതായാലും തർക്കങ്ങൾ ഉണ്ടാക്കുക. സ്നേഹിക്കുന്ന ആൾ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്ത് ചെയ്താലും നമ്മളത് ചോദ്യം ചെയ്യില്ല. ചിലപ്പോൾ ഒന്ന് സംസാരിക്കും, ഇത് വേണോ വേണ്ടയോ എന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ആളുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞത് തള്ളിക്കളയും. നമ്മളും ലോകത്ത് സ്നേഹിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഒരാൾ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു ദിവസം ചെറിയൊരു കാര്യത്തിന് നമ്മളോട് തർക്കിക്കുകയാണ്, സമ്മതിക്കില്ല എന്ന് പറയുകയാണ്, ദേഷ്യപ്പെടുകയാണ്, അധികം തർക്കങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അഭിപ്രായപരമായൊരു പിരിമുറുക്കം, അഭിപ്രായപരമായ ഒരു വ്യത്യസ്ത ചിന്ത, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അത് ഒരു വെറുപ്പിൻ്റെ ചിഹ്നമായിട്ട് നമുക്ക് പരിഗണിക്കാം. വെറുപ്പിലേക്കാണ് അത് പോകുന്നത്. അടുത്തതായിട്ട്, അറിയിപ്പില്ലാതെയുള്ള യാത്രകൾ അവർ സ്വയം നടത്തുക. അറിയിപ്പും ഒന്നുമില്ലാതെ അവർ യാത്രകൾ നടത്തുക. മുൻപ് പങ്കുവച്ച കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക. അവർ പോകുന്ന സ്ഥലം മറച്ചു വെക്കുക. അവർ ചെയ്യുന്ന പ്രവൃത്തി മറച്ചു വെക്കുക. അവർ മറ്റുള്ളവരുമായി സംസാരിക്കുകയോ മറ്റുള്ളവരുമായി ഇടപെടുകയോ നമ്മളറിയാതെ ചെയ്യുക. ഇത്രയും കാലം എല്ലായിടത്തും പോകുന്നതും ഒക്കെ നമ്മളോട് പറഞ്ഞു, പക്ഷേ ഇടയിൽ നമ്മളോട് പറയാതെ ചില കാര്യങ്ങൾ ചെയ്യുക. അത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് വിഷമം തോന്നും. ഇത്രയും കാലം എന്നോട് പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് എന്നോട് പറയാതെ പോയത്? എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോയി വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ വെറുപ്പിൻ്റെ ഒരു ഘടകമായിട്ട് നമുക്ക് പരിഗണിക്കാം. എല്ലാം അങ്ങനെയാവണമെന്നില്ല, പക്ഷേ തുടർന്ന് സംഭവിക്കുമ്പോൾ അത് തന്നെയാണെന്ന് വിലയിരുത്തേണ്ടി വരും. അതുകൂടാതെ മുന്നോട്ടുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതായത് മുന്നോട്ടുള്ള പ്ലാൻ, ഭാവി പദ്ധതികൾ, മുൻപ് പോകാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, മുന്നോട്ടുള്ള ഒരു പദ്ധതികളിൽ നിന്ന് നിങ്ങളെ ഉൾപ്പെടുത്താതെ ഒഴിവാക്കുക. ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ നിലപാട് തന്നെയാണത്. ആദ്യമൊക്കെ നമ്മളുണ്ടാകും, നമ്മൾ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ പിന്നീട്
അതിൽ നിന്നെല്ലാം പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുന്ന ഒരു സമീപനമായിട്ട് ആ വ്യക്തി പോവുക, അതുതന്നെയാണ് ആ ലക്ഷണം കണക്കാക്കുന്നതെന്ന് പറയാം. അടുത്തതായിട്ട് ശാരീരിക ബന്ധത്തിന് താല്പര്യം കുറയുക. അപ്പോൾ പങ്കാളികളാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ശാരീരിക ബന്ധം കൊണ്ടിരുന്ന ആളുകളായിരുന്നെങ്കിൽ അതിന് താല്പര്യക്കുറവ് കാണിക്കുക. ആ വ്യക്തി അതിൽ നിന്നെല്ലാം പരമാവധി ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയുണ്ടാകുക. അതും ഒരു ലക്ഷണം തന്നെയാണ്. കാരണം മനസ്സാണ് ആദ്യം താല്പര്യം കാണിക്കുന്നത്. അത് കാണിക്കാതിരിക്കുമ്പോൾ മനസ്സിലെവിടെയോ ഒരു കണിക വ്യത്യസ്തമായ നിലപാട് വന്നു എന്ന് നമുക്ക് പരിഗണിക്കേണ്ടി വരും. അടുത്തതായിട്ട് അഭിപ്രായങ്ങൾ അപ്രധാനമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുവരെ സ്വീകരിച്ചിരുന്നൊരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒരു അഭിപ്രായവും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു. നിങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കുന്നില്ല. ബോധപൂർവം അത് മറയ്ക്കുന്നു. അങ്ങനെ നിങ്ങളെ എല്ലാ തരത്തിലും ഒഴിവാക്കാവുന്ന ഒരു രീതിയിലേക്ക് വരിക. നിങ്ങളുടെ വികാരങ്ങളെയോ ചിന്തകളെയോ ഒക്കെ ഒഴിവാക്കി കൊണ്ടുപോവുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ചിലപ്പോൾ നാണം കെടുത്തുന്ന രീതിയിൽ പെരുമാറുക, നിങ്ങളെ പരിഗണിക്കാത്ത രീതിയിൽ പെരുമാറുക, നിങ്ങൾ ആ വ്യക്തിയുടെ ആരുമല്ലെന്നുള്ള രീതിയിൽ പോവുക. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അങ്ങനെ നമുക്ക് കൃത്യമായ ചില അടയാളങ്ങൾ ചിലർ തരും. ഇനി ഒരാൾ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു വ്യക്തിക്കും അവരുടേതായ ഇഷ്ടങ്ങളും ഏതൊരു വ്യക്തിക്കും അവരുടേതായ താല്പര്യക്കുറവൊക്കെ ഉണ്ടാവും, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അത് ഓരോ കാലത്തും മാറി മാറി വന്നേക്കാം. ഏറ്റവും ആത്മാർത്ഥമായ ഇഷ്ടമല്ലാത്ത എല്ലാം ചിലപ്പോൾ തകിടം മറിഞ്ഞു പോയേക്കാം. സത്യത്തിൽ ആത്മാർത്ഥതയില്ലാതെ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നറിയുമ്പോൾ അവരായിട്ടത് പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് വിജയിക്കുക. ഇത് അനുഭവിക്കുന്നവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആത്മാർത്ഥതയില്ലാത്തൊരു സ്നേഹത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ വെറുക്കുന്ന ഒരാളുമായി നാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തിൽ നിന്ന് പോയേക്കാം. പിന്നീട് മാറുമെന്നുള്ള നമ്മുടെ പ്രതീക്ഷയും ചിന്തയും ഒക്കെ നല്ലത് തന്നെ. ചിലപ്പോൾ അത് മാറുമായിരിക്കും. ചിലപ്പോൾ ഇതെല്ലാം താൽക്കാലികമായിരിക്കാം. ആ വ്യക്തിക്ക് ആരെങ്കിലും കുതന്ത്രങ്ങളോ ആരെങ്കിലും വ്യാജമായ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് മാനസികമായിട്ട് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുന്നതാകാം. പക്ഷേ ഏതൊരു കാര്യത്തിലും നാം ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത ഒരു ഇഷ്ടത്തെയും ഒരു സ്നേഹത്തെയും നമുക്ക് ഉൾക്കൊണ്ടു പോകാൻ കഴിയില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യം ആത്മാർത്ഥമായ സമീപനങ്ങൾ തന്നെയാണ്. അതില്ലാത്ത ഒരു ബന്ധത്തെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ ചിലത് താൽക്കാലികമാകാം. ചില ആളുകൾക്ക് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ അഭിനയിക്കാം. ആ അഭിനയിക്കുന്നവർ ഇതുപോലെയൊക്കെ കാണിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. അഭിപ്രായങ്ങളൊക്കെ ഓരോരുത്തർ തുറന്നു പറയട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അത് തന്നെയാണ് വിജയം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.